ഗുഡ് മോർണിംഗ്. നൊമാഡിക് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ അല്ല, കുശാൽ നഗറിലെ ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണിത്. നമുക്കറിയാലോ, ഇന്ത്യയിൽ പല പല ടിബറ്റൻ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്. വാരണാസിയിലുണ്ട്, അപ്പോൾ അതുപോലെ ഇവിടെ തന്നെ മൈസൂരിനടുത്തുള്ള കുശാൽ നഗറിലുണ്ട്. അപ്പം അവിടുത്തെ ഒരു സൗകര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ നല്ലൊരു കാർ പാർക്കിംഗ് സ്ലോട്ടുണ്ട്, പിന്നെ ഒത്തിരി ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. ഒരു മനോഹരമായൊരു ടിബറ്റൻ സെറ്റിൽമെൻ്റാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. മനോഹരമായൊരു എൻട്രി ഗേറ്റാണ്. സാധാരണ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിനൊക്കെ ഉള്ളതുപോലെ തന്നെ മനോഹരമായൊരു എൻട്രി ഗേറ്റ്. അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ എൻട്രി ടിക്കറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ചെന്ന് നോക്കാം എൻട്രി ടിക്കറ്റ് വല്ലതും ഉണ്ടോ. നിങ് മാപ്പ മൊണാസ്ട്രി എന്നാണ് ഇതിൻ്റെ പേര്. നിറയെ ഭയങ്കര ജനക്കൂട്ടാണ്. പിന്നെ എസ്പെഷ്യലി ഇതിപ്പം ക്രിസ്മസ് വെക്കേഷൻ്റെ സമയം കൂടി ആയതുകൊണ്ട് തന്നെ നിറയെ ടൂറിസ്റ്റുകളുണ്ട്. വാവ്, വിശാലമായൊരു കോംപ്ലക്സ് ആണ് ഇവിടെ. നമ്മളിവിടെ വാരണാസിയിലൊക്കെ കണ്ട അതിൻ്റെ അതേ രീതിയിൽ തന്നെ ഒരു ആർക്കിടെക്ചർ. നടുവിൽ വലിയ വിശാലമായൊരു പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വാഹനങ്ങളൊക്കെ ഇവിടെ ഉള്ളിലിടുന്നുണ്ട്. പക്ഷേ ടൂറിസ്റ്റിനൊന്നും എൻട്രി അതിൻ്റെ അകത്ത് ഇതുവഴി ഈ ഗേറ്റ് വഴിയില്ല. അതിന് വേറെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ നിറയെ ഷോപ്പിംഗ് കോംപ്ലക്സ് അടുത്ത്. പിന്നെ ടിബറ്റൻ ഫ്ലാഗ്സ് വെച്ചിട്ടുള്ള നല്ല മനോഹരമായ റെസ്റ്റോറൻറ്റുകൾ, ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്സ്. നിറയെ ഫാമിലിക്കാരൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. നല്ല ലാമമാരെ കാണാം നമുക്ക്. ലാമാസ് ദേ ആർ സെർവിങ്. തുക്ക ഉണ്ടാവും ഇവിടെ. തുക്ക ടിബറ്റൻ സ്പൈസ്. നിറയെ കടകൾ ഇവിടെ കാണാം. ഒത്തിരി ടിബറ്റൻ ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. വാവ്, മനോഹരമായ നമ്മുടെ സാന്തോ പെൽറി ഒക്കെ പോലെ തന്നെ ഉള്ള അതേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ദലൈലാമയുടെ മനോഹരമായൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ. എന്താ മനോഹരമായ ഒരു ആർക്കിടെക്റ്റ്. എന്താണൊരു കളറ്. ഭയങ്കര ഭംഗിയാണ് ഇവരുടെ ടിബറ്റൻ ബേസിക്കലി ബുദ്ധിസ്റ്റിക് സ്ട്രക്ചേഴ്സൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. സൂപ്പർ. പിന്നെ നമ്മൾ ഈ ബട്ടർ ലാംപ്സ് നമ്മൾ എല്ലാ സ്ഥലത്തും ഭൂട്ടാനിലൊക്കെ നമ്മൾ നിറയെ കണ്ടല്ലോ ബട്ടർ ലാംപ്സ്. ഒത്തിരി ബട്ടർ ലാംപ്സ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ബ്യൂട്ടിഫുൾ ബട്ടർ ലാംപ്സ്. ഇത് നമ്മൾ ഓഫർ ചെയ്യുന്നതാണ്. നമുക്ക് ഓഫർ ചെയ്യാം. 10 rupees 20 rupees ഇങ്ങനെയൊക്കെ നമുക്ക് ഓഫർ ചെയ്യാം. ഇവിടെ തൊട്ട് തന്നെ മുമ്പിൽ നമുക്കൊരു നല്ലൊരു ടെമ്പിൾ കാണാം. ഈ വശത്ത് കാണുന്ന അതിൻ്റെ അകത്തേക്ക് അവിടെ നമുക്ക് എൻട്രി കാണുന്നില്ല. അവിടെ ആ ഭാഗത്ത് മെയിനായിട്ടുള്ള ഗേറ്റ് അടച്ചിട്ടാണ്. അതിൻ്റെ ഈ സൈഡ് നോക്കിയേ, എന്തൊരു ഭംഗിയായിട്ടാണ് അതിൻ്റെ വർക്ക് നോക്കിയേ. മനോഹരമായ വർക്കല്ലേ. തൊട്ട് തന്നെ ഇവിടെ ഈ ടെമ്പിൾ. ഈ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഇവിടെ തന്നെ തൊട്ട് നോ എൻട്രി ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കിടക്കാൻ മുതിരുന്നില്ല. ഭയങ്കര ജനക്കൂട്ടാണ്, വൻ തിരക്കാണ്. ഈ ടെമ്പിളിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. എൻട്രി ഉണ്ടെന്നോ. ചെരുപ്പിടാൻ പാടില്ല.
എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. നമുക്ക് നേരത്തെ കണ്ട ടെമ്പിളിൻ്റെ മറ്റൊരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണാം അവിടെ. ഇതിൻ്റെ മുൻവശത്തായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ബുദ്ധൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ പറ്റി കാണാം നമുക്ക്. ഇതൊക്കെ നമ്മളെപ്പോഴും ബുദ്ധ ടെമ്പിൾസിൽ കാണുന്നതാണ്. ആന, മങ്കി, ഇതൊക്കെ ലൈഫിൻ്റെ പല സൈക്കിൾസിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുക. റാബിറ്റ്, മാൻ, ഇതുപോലുള്ള കുറേ സിമ്പിൾസൊക്കെ ഉണ്ടാവും ഇല്ലേ. ഇതിൻ്റെ പുറത്തുനിന്നുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, ബ്യൂട്ടിഫുൾ അല്ലേ. ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഗേറ്റാണ് അല്ലേ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റും അല്ലേ. ഇത് ബുദ്ധന് പല സ്ഥലങ്ങളിൽ പല രൂപത്തിലുള്ള അവതാരങ്ങളായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പിക്ചേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാൻ ഇവിടെ ശബ്ദം എടുക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. നല്ല മനോഹരമായൊരു ഹാളല്ലേ ഇത്. എന്താണ് ഇവരുടെ ഈ സന്യാസിമാരിരിക്കുന്ന പ്ലേസ് കണ്ടോ. ഇത് പ്രേയേഴ്സിനൊക്കെ എന്തോ ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. പ്രേയേഴ്സിനുള്ള തയ്യാറെടുപ്പാണ്, തയ്യാറെടുപ്പാണ്. എല്ലാവരും ബുദ്ധിസ്റ്റിക് പ്രേയേഴ്സിനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ കണ്ടില്ല അവിടെ 3 പ്രതിമകൾ, ബുദ്ധൻ്റെ പല രൂപങ്ങളെ പറ്റിയൊക്കെ അല്ലേ നമ്മൾ ഭൂട്ടാനിലൊക്കെ കണ്ട അതേ സ്ട്രക്ചർ തന്നെ. സെയിം ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യുക. ഈ വലതുവശത്ത് കാണുന്ന പെയിൻറ്റിങ്സ് ഗുരു പത്മസംഭവയുടെ ഡിസിപ്പിൾസിൻ്റെ പിക്ചേഴ്സാണ്. ഇടതുവശത്തും വലതുവശത്തുമായിട്ട് നമുക്ക് കാണുന്നു. ഇതിൻ്റെ അകത്ത് മൊണാസ്റ്റിക് പ്രാക്ടീസസ് ഒക്കെ നടക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ അകത്തേക്ക് എൻട്രി ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിന് മെനക്കെടുന്നില്ല. അപ്പം നമ്മൾ തൽക്കാലം ഇവിടുന്ന് മെല്ലെ വിട്ടു പോവാണ്. ഒരു ദിവസമൊന്നും കണ്ടാലും മതിയാവില്ല, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. വാവ്, നിറയെ പ്ലേസസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നമുക്കിനി കയറി ഒരു ദിവസമൊന്നും കറങ്ങിയാൽ തീരുന്ന സ്ഥലമല്ല. കണ്ടില്ലേ, അങ്ങ് ദൂരെ നോക്കി ലാമാരൊക്കെ വരുന്നുണ്ടല്ലേ. ഇവിടെ ഇതിൻ്റെ പുറത്ത് ഇവിടെ ഒരു പ്രയർ ഹാളാണെന്ന് തോന്നുന്നു. ഒത്തിരി സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. മറ്റൊരു പ്രയർ ഹാൾ കേട്ടോ, ബ്യൂട്ടിഫുൾ. ഇവർ ബീറ്റ് ചെയ്യുന്ന ആ ഡ്രമ്മൊക്കെ കണ്ടില്ലേ, സെയിം അതേ സ്ട്രക്ചർ തന്നെ എല്ലായിടത്തിലും. ഇരിപ്പിടവും അതേപോലെ തന്നെയുള്ള. മറ്റൊരു വേറൊരു ഭംഗിയാണല്ലോ, ഭയങ്കര ഭംഗിയാണിത്. ഇതിൻ്റെ പുറകിലൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധ സ്റ്റാച്യൂസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഈ സെൻട്രലിലുള്ള ഒരു ടോംബ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, എന്താണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്നറിയാം. ഒത്തിരി സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യങ്ങളായിരിക്കും ഇവരുടെ ഒരു പ്രാക്ടീസസിലൊക്കെ. ആൾക്കാരെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റില്ല, ഭയങ്കര ക്രൗഡാണ്. സുന്ദരനായ ഒരു ടിബറ്റൻ സന്യാസിനെ കണ്ടോ. ഗോൾഡൻ ടെമ്പിളിനോട് തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. വൻ ജനക്കൂട്ടാണ്, ഒരു രക്ഷയില്ലാത്ത ജനക്കൂട്ടാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ആക്ച്വലി ഒരു ദിവസം മുഴുവൻ വേണം, അത്രയും കാണാനുണ്ട്. പക്ഷെ നമ്മളെടുത്ത് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വിസിറ്റ് ഒരു ഷോർട്ട് വിസിറ്റായി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി യാത്ര കേരളത്തിലോട്ട്. നൊമാഡിക് നോട്ട്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.